ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല മുടി കറുപ്പിക്കുന്നതിനായിട്ടുള്ള ഹെയർ ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ളതാണ്, അല്ലാതെ കെമിക്കൽ ഒന്നും ചേർന്ന ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് മുടി കറക്കുന്നതിൻ്റെയൊക്കെ. പക്ഷേ ഞാൻ ഇതാണ് സ്ഥിരമായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം ഇതാണ് എനിക്ക് ഒരു മാസമെങ്കിലും ഇതിൻ്റെ റിസൾട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഒരു 15 ദിവസമൊക്കെ വരെ നിൽച്ച് പിന്നെ നമുക്ക് യാതൊരു പഴയ പോലെ തന്നെ മുടി ഇതാകും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു മാസമൊക്കെ നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ തന്നെയല്ല മുടിക്കാണേലും അത് ഈ ഒരു പായ്ക്ക് ഇടുമ്പോഴത്തേക്കും മുടി വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ എന്ന് പറയുന്നത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ ഒരുപാട് ഹെയർ പാക്കൊക്കെ ചെയ്യെങ്കിലും ചിലതൊന്നും എനിക്ക് അങ്ങോട്ട് ഒരു ഒരാഴ്ചയൊക്കെ വരെ റിസൾട്ട് ഇരിക്കുന്ന ചില ഹെയർ ഡൈ ഒക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഞാൻ ആദ്യം മുതലേ ഞാൻ ഈ ഒരു ഹെയർ ഡൈ ആണ് ചെയ്യുന്നത്, നാച്ചുറൽ ആയിട്ടുള്ളത്. പിന്നെ ഇത് പലർക്കും തണുപ്പ് അങ്ങനെ എങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയെങ്കിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്നൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഒരുപാട് നമുക്ക് പറഞ്ഞങ്ങ് നീട്ടിക്കൊണ്ട് പോകണ്ട. അപ്പോൾ നമുക്ക് എന്നൊക്കെയാണ് ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ഇത് തലേദിവസമാണ് സെറ്റാക്കി വെക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലോട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇത് മുടിയെല്ലാം കഴുകിയതിന് ശേഷമാണ്, ഇതെല്ലാം പായ്ക്കെല്ലാം തലയിലിട്ട് എല്ലാം കഴിഞ്ഞ് മുടി കഴുകിയതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ വലുതായിട്ട് പിടിക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ മുടി നല്ല ഇതായിട്ട് കറുത്ത് കിട്ടും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ മുടി നരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഇവിടെ മുടി നരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിസൾട്ട്. ഇത് നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ വലിയ കളർ പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. മുടി മാത്രമേ കറുപ്പുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഉള്ള പൊടി മുടി വരെ കറുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യമേ സ്കാൽപ്പ് അങ്ങ് കറുത്തിരിക്കും. അത് കഴിഞ്ഞാണ് മുടിയിലും കൂടെ കറുപ്പ് വരുന്നത്. ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കറക്കത്തില്ല. സാധാരണ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കറുപ്പ് കളർ വരും. പക്ഷേ ഇവിടെ അങ്ങനെ വരത്തില്ല. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹെന്ന ചെയ്യാനായിട്ട് ഞാൻ തലേ ദിവസമേ ചെറിയ ഹെന്നപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കട്ടൻ ചായയിലാണ് നല്ലപോലെ കടുപ്പത്തിലാണ് കട്ടൻ ചായ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, കട്ടൻ ചായ തിളപ്പിച്ചത് ആറിയതാണ്, ആറിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് കലക്കി വെക്കുന്നത്. ആവശ്യത്തിനുള്ള കട്ടൻ ചായ മാത്രം ചേർത്താൽ മതി. ഇത് ഇരുമ്പ് പാത്രത്തിലാണ് ഞാൻ കലക്കി വെക്കുന്നത്. നമ്മൾ ഹെന്ന കലക്കി വെക്കുമ്പോൾ ഇരുമ്പ് പാത്രത്തിൽ കലക്കി വെക്കണമെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് വേണമെങ്കിൽ നെല്ലിക്കാപ്പൊടി ചേർക്കാം. ഞാൻ നെല്ലിക്കാപ്പൊടി ഞാൻ രാവിലെ ചേർക്കുന്നുള്ളേ. ഇപ്പം വൈകുന്നേരം ഇത് മാത്രം ഒന്ന് കലക്കി ഇങ്ങനെ വെക്കുവാണ്. നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളതനുസരിച്ചാണ് കലക്കി വെക്കേണ്ടത്. നല്ലപോലെ മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം, തൈര് ചേർക്കാം, അങ്ങനെയെല്ലാം ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഹെയർ ഡൈ ചെയ്യുന്നുണ്ട് മുട്ടയുടെ വെള്ളയോ തൈരോ ഒന്നും ചേർക്കുന്നില്ല. നാരങ്ങ നീര് വേണേൽ ചേർക്കാം. അത് പക്ഷെ രാവിലെ ഞാൻ ചേർക്കുന്നുള്ളൂ, നല്ല കളർ കിട്ടും അന്നേരം. അതെല്ലാം രാവിലെ ചേർക്കുന്നുള്ളൂ. നെല്ലിക്കാപ്പൊടിയും നാരങ്ങ നീരും കൂടെ രാവിലെ ചേർക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ നമുക്ക് വൈകിട്ട് അങ്ങ് ചേർത്ത് വെക്കാം, നല്ല കളർ കിട്ടും നേരം. അതിനാണ് നാരങ്ങ നീരും കൂടെ ചേർക്കുക. പിന്നെ താരം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മളിത് ഹെയർ ഡൈ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിലേറെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എണ്ണ ചെയ്യുമ്പോഴത്തേക്ക്. ഈ ഒരു ലൂസിൽ വെച്ചാൽ മതി. ബാക്കി നമുക്ക് നേരം വെളുത്ത് സെറ്റാക്കി എടുക്കാം. നല്ല കളറുള്ള സൈസ് പൊടി നോക്കി നമ്മൾ മേടിക്കണം ഹെയർ ഡൈ ചെയ്യുമ്പോഴത്തേക്ക്. എന്നാലേ നമുക്ക് ആ കറുപ്പ് നല്ലപോലെ മുടിക്ക് കിട്ടുകയുള്ളൂ. കളറില്ലാത്തത് ചെയ്താൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടത്തില്ല. അപ്പോൾ വൈകിട്ട് ഇത്രയും മാത്രം ചെയ്ത് ഇനി അടച്ചു വെച്ച് വെക്കുകയാണ്. രാവിലെയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്നലെ നമ്മൾ കലക്കി വെച്ച ഹെന്നയുടെ
അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ ഇങ്ങനെ കലക്കി വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമുക്കൊരു ചെറിയ ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് വേറെ പാത്രത്തിലോട്ട് ഞാനത് മാറ്റി. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർക്കാമെന്ന്. നെല്ലിക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ മുടിക്ക് നല്ലതാണ് നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർക്കുന്നത്, അതുകൊണ്ടാണ് നെല്ലിക്കാപ്പൊടി ഞാൻ ഒരു ശകലമേ ചേർക്കത്തുള്ളൂ, ഒത്തിരി ചേർക്കത്തില്ല. അതൊരു ശകലം ചേർത്താൽ മതിയേ. ശകലം ഇപ്പോൾ ചേർക്കുക വെച്ചാൽ ഞാനൊരു ശകലമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അതിനകത്തോട്ടൊരു ശകലം പൊടിയായിട്ട് മാത്രം ചേർക്കുന്നത്. അപ്പം നമ്മളിത് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയും കൂടെ ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ തലേന്ന് ഒലിച്ചു പോകാതെ നമുക്ക് തലയിൽ തേക്കാൻ പറ്റും. ഇത്രയും ഒരു ഇതായിട്ട് ലൂസാക്കി തേച്ചാൽ മതി. ഒരുപാട് ലൂസാക്കാൻ വേണ്ട, ഒരുപാട് തിക്കാക്കുകയും വേണ്ട കേട്ടോ. ഇപ്പം നമ്മുടെ ഹെന്ന സെറ്റായി. ഇനി ഇത് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്നുള്ള പറയാം. ഇത് ഹെന്നയും നമ്മൾ നാരങ്ങാനീരും കൂടെ മാത്രം എടുത്താണ് കേട്ടോ. അതിൻ്റെ ഒരു കറുപ്പ് കണ്ടോ, ഇത് കണ്ടോ. പിന്നെ ഇപ്പോൾ രാവിലെയാണ് നമ്മൾ നെല്ലിക്കാപ്പൊടി ചേർത്തേക്കുന്നത്. ഇതുണ്ട്, കൈ ഞാൻ തൊട്ടതേ ഉള്ളൂ കേട്ടോ, കൈ മുഴുവൻ കറുപ്പ് കളറായി. നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ബ്രഷ് കൊണ്ടേ ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലാതെ കൈ കൊണ്ട് തല വാരി തേക്കാൻ നിൽക്കരുത്. അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മളൊരു ആവശ്യത്തിനുള്ള, ഇപ്പം നമ്മൾ എണ്ണ എടുത്ത പോലെ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള നീലയാമരിയാണ് ചേർത്തേക്കുന്നത്. നീലയാമരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വനശ്രീയുടെയാണ്. ഇതേണ്ടേ, എൻ്റെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഏത് കമ്പനിയുടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. വനശ്രീയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങാടിക്കട മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴയ്ക്കുന്നതും, കട്ടൻ ചായ നമ്മൾ എന്നാലും ഇതെടുത്തതിൻ്റെ ബാലൻസ് ഒരു ശകലം എപ്പോഴും കാണും കേട്ടോ, അതിനകത്ത് തന്നെ കുഴച്ചെടുത്താൽ മതി. അല്ലാതെ വേറെ പച്ചവെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമില്ല, വേറെ വെള്ളമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനകത്തോട്ട് തന്നെയാണ് കുഴയ്ക്കുന്നത് കേട്ടോ. നമ്മൾ എണ്ണയുടെ ഇതൊരു പാത്രത്തോട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാത്രം ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, അത് കഴുകൊന്നും വേണമെന്നില്ല. അതിനകത്തോട്ട് തന്നെ നമുക്കങ്ങ് ഇതങ്ങ് കലക്കി വെച്ചാൽ മതി. അപ്പം നമ്മൾ ഈ ഹെന്ന ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഒരു പാത്രത്തിലോട്ട്, എല്ലാവരും പറയും നേരത്തെ കലക്കണ്ട, അന്നേരം കലക്കി തേച്ചാൽ മതി എന്നൊക്കെ പറയാം. അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ. ഇരുമ്പ് പാത്രത്തിലോട്ട് തന്നെ നമ്മളൊന്ന് കലക്കി വെക്കുക. ഇതുണ്ടോ, ഇത്രയും ലൂസേ ആകാവുള്ളൂ, ഒത്തിരി ലൂസാക്കല്ലേ. ഇതിനകത്തേക്ക് ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഇത്രയും ഉപ്പ് അത്ര ഇടാവുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ഇടല്ല. ഇതിൽ കൂടുതൽ ഇപ്പം ഞാൻ ശകലം എടുത്തേക്കുന്നുണ്ട്, ഒരു ഇത്ര ഇട്ടേക്കുന്നത്. നല്ലപോലെ മുടിയെ നിറച്ചും തേക്കേണ്ടവരാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാവുള്ളേ. അതെന്തോരം നമ്മൾ കൂടുതൽ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു നുള്ളി കൂടാൻ പാടില്ല ഉപ്പ്. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ, ഇത്രയും മതി എനിക്ക് എൻ്റെ മുടിയെ തേക്കാനായിട്ട്. നമ്മൾ ഈ നീലാംബരിയുടെ ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് വാരി അങ്ങോട്ട് പൊത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ മുടിയിലോട്ട് നൈസായിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട്, എന്നാൽ അതിൻ്റെ ആ ബ്ലാക്ക് കളർ സെറ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കണം, ഈ ഒരു പച്ചക്കളർ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കറക്കുന്നത് ഇതിൻ്റെ മണ്ട മാത്രമായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ മാറ്റുമ്പോൾ ഉണ്ടല്ലോ അടിവശം ലൈറ്റ് പച്ച. ഇപ്പോൾ ഈ കളർ എന്ന് വന്നേക്കുന്നതിനെന്ന് വെച്ചാൽ നമ്മളിത് കുഴച്ച് കഴിഞ്ഞാൽ ഈ കളറല്ല വരുന്നത് കേട്ടോ, പച്ചയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ പാത്രം കഴുകാതെ തന്നെ ഇതിലേക്ക് ഞാൻ ഇതിങ്ങനെ എടുത്തേക്കുന്നതുകൊണ്ടാണ്, ആ ഒരു എണ്ണയുടെയും കൂടി ചെറുതായിട്ട് ചേർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇനിയിപ്പം ഇങ്ങനെ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കുക. ഒത്തിരി പരത്തണ്ട, ഒന്ന് ഇതാക്കിയതിന് വെച്ചാൽ അതിൻ്റെ പുറമേ ഇനി ആ കറുപ്പ് കളർ വന്ന് സെറ്റാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ ഇരുന്നോട്ടെ. നമ്മൾ എണ്ണയൊക്കെ ചെയ്ത് തലയെല്ലാം ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇതും ഇവിടെ സെറ്റാകും. നമ്മളിങ്ങനെ ഒരു ദിവസം നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി കേട്ടോ, നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് ഇവിടെ ഇരിക്കട്ടെ, അതിനെ വെച്ച് മൂടി വെക്കണേ, അടച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇത് തേക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ നമ്മൾ തലമുടി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഷാമ്പൂ ഇട്ട് തന്നെ കഴുകണം.
കാര്യം തലയിൽ എണ്ണയോ ചെളിയോ യാതൊന്നും പാടില്ല കേട്ടോ. നല്ലപോലെ ഷാമ്പു ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ നമുക്ക് ഇത് തലയിൽ പുരട്ടിയ പ്രയോജനമുള്ളൂ. അപ്പം ഞാനിപ്പോൾ രാവിലെ തലമുടിയെല്ലാം നല്ലപോലെ കഴുകി ഷാമ്പു ഇട്ട് കഴുകി ഇതുണ്ടോ ഉണക്കിയിട്ടുണ്ട്. ഞാൻ ഉണക്കണം കേട്ടോ, നനഞ്ഞ മുടിയിലോട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുകയും ചെയ്ത് ഉണക്കിയിട്ടുണ്ട്. വേണ്ടത് വേണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാര്യം എല്ലാവരും പറയും നര, പക്ഷെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നല്ലപോലെ നരയുണ്ട്. ഈ ഫ്രണ്ട് വശത്താണ് മുഴുവൻ അങ്ങ് പിന്നെ എൻ്റെ ഇവിടെയൊക്കെ നരയുണ്ടെന്നേ. ഞാൻ ഇത് ഇതുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇത്രയും നാളും ഞാൻ പറഞ്ഞില്ല പുരട്ടിയതിൽ എനിക്ക് റിസൾട്ട് നല്ലതായിട്ട് കിട്ടിയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം സെറ്റാക്കിയാൽ വെച്ചേക്കുവാണ്. ഇനി ഇത് തലയിലോട്ട് പറ്റാൻ തുടങ്ങുവാണേ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ മുടിയൊന്ന് ചീകി എടുത്തതിന് ശേഷം കുറേശ്ശെ വീതം ഒന്ന് വകഞ്ഞ് എടുത്തതിന് ശേഷം പറ്റാനുണ്ടല്ലോ നമുക്ക് ഈ ഉള്ളി എന്നുള്ളത് ഉള്ളിലോട്ട് നല്ലപോലെ പരട്ടാൻ പറ്റുമേ. പിന്നെ ആരെങ്കിലും പരട്ടി തരാമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ തന്നെ പറ്റും, നമുക്ക് അത്രയും കാണാൻ പറ്റത്തില്ല. ഇതുണ്ടോ കണ്ണാടി നോക്കി നമ്മൾ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഫോണിലാകുമ്പോൾ നമുക്ക് അത്രയും പറ്റത്തില്ലേ. അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് നിങ്ങളെ തേച്ച് കാണിച്ചതിന് ശേഷം പിന്നെ ഞാൻ കണ്ണാടി നോക്കി നല്ലപോലെ ഒന്ന് തലയിലോട്ട് പരട്ടാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കയ്യാൽ അല്ലെങ്കിൽ കളർ പിടിക്കും. ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിലേക്ക് വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ മുടി അടിയിൽ നിന്നുള്ള നര കറുത്ത് വരുള്ളൂ. അല്ലെങ്കിൽ വെളുത്തിരിക്കും അടിവശം, പുറമേ മാത്രം കറുത്തിരിക്കും. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് തലയിലൊന്ന് പരട്ടട്ടെ. ഞാൻ എൻ്റെ മുടിയിൽ ഞാനല്ല കേട്ടോ, കുറച്ചേ ഞാൻ പരട്ടുള്ളൂ. ബാക്കി മുഴുവൻ എനിക്ക് അച്ചുവോ പരട്ടി തന്നെ കേട്ടോ. നല്ലപോലെ ഉള്ളിലോട്ടൊക്കെ പരട്ടി തന്നെ. ഞാൻ പറയാം, നമുക്ക് ആരും ഒരാൾ പരട്ടി തരാനുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് നമുക്ക് മുടിക്കകത്തോട്ടും കൂടെ പരട്ടാൻ പറ്റും. അങ്ങനെ പരട്ടി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ആ നരയും കൂടെ അങ്ങ് ഇതായിക്കോളും. അപ്പം അങ്ങനെ മുഴുവൻ ബാക്കിലോട്ടില്ല കേട്ടോ. ഇവിടെ ഫ്രണ്ട് വശത്താണ് എനിക്ക് കൂടുതലും ഇങ്ങനെ മുടി നിറച്ചേക്കുന്നത്. അവിടെ മാത്രമാണ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുടിയൊക്കെ കഴുകിയതിന് ശേഷം കാണാവേ. 1 മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ. 1 മണിക്കൂർ ഇരിക്കുക, എന്നിട്ട് മുടി വാഷ് ചെയ്ത് വെച്ച് വരിക. എന്നിട്ട് ബാക്കി എന്നതാ ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ നീലയാമരി ആണെങ്കിൽ കലക്കി വെച്ചിട്ട് ഇപ്പം കുറച്ച് നേരം ആകുന്നു കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു കറുപ്പ് കളർ കണ്ടോ. ഇതിങ്ങനെയുള്ളതാണ് കറക്റ്റായിട്ടുള്ള നീലയാമരി എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ കെമിക്കൽ ചേർന്നതാണ്. ഇതുണ്ടോ കറുപ്പ് കളറ് കിട്ടണം നമുക്ക്, എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാനിനി ഇതൊരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റട്ടെ. മാറ്റി വെച്ച് നമുക്ക് ഇതും കൂടെ തലയിൽ തേക്കാം. ഇതിപ്പോൾ ഇച്ചിരി തിക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു ശകലം വേണമെങ്കിൽ കട്ടൻ ചായയോ അല്ലെങ്കിൽ വെള്ളമോ ചേർക്കാം കേട്ടോ. ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇച്ചിരി ഒന്ന് കഴുകി ഇങ്ങെടുക്കുക. കട്ടൻ ചായ നേരത്തെ എടുത്തത് ഇരിപ്പുണ്ടായിരുന്നു, അത് ഈ പാത്രത്തിലുള്ള എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കലക്കി എടുക്കുവാണ്. ഇതിലേക്ക് ഇനി നമ്മളൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത് മാത്രം തലയിലോട്ട് തേച്ചാൽ മതി. ഇതിങ്ങനെ നിരത്തി വെക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ആ ഇരുമ്പ് പാത്രത്തിൽ ആ കറുപ്പ് കളറ് നമുക്ക് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയാണേ. ഇനി ഇതും കൂടെ തലയിലേക്കൊന്ന് പരട്ടാം. ഞാനിപ്പോൾ തേച്ചെല്ലാം നല്ലപോലെ കഴുകി കളഞ്ഞു കേട്ടോ. ഇപ്പോൾ അത് കണ്ടോ, ഒരു ചുമപ്പ് കളറായിട്ടുണ്ട് മുടിക്ക്. ചില സ്ഥലത്തൊക്കെ ഇച്ചിരി കറുപ്പ് കളർ പോലെ വന്നിട്ടുണ്ട്, ചിലയിടത്ത് ചുമപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ചുമന്ന് നിൽക്കുന്ന മുടിയൊക്കെയാണ് നമുക്കിനി കറുപ്പിച്ചെടുക്കേണ്ടത്. വേണ്ടത് കണ്ടോ, ഇവിടെയൊക്കെ ഇച്ചിരി ചുമപ്പ് കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെയും ഇവിടെയൊക്കെ കുറച്ചൊക്കെ കറുത്തു, കുറച്ചൊക്കെ വേണ്ടതുണ്ട്, ഇവിടെയൊക്കെ ചുമന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇനി കറുപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഇതെല്ലാം സെറ്റാക്കി ഇനി ഇതും കൂടെ തലയിലൊന്ന് തേക്കുക. തേച്ച് വെച്ച് ഇനി ഒരു 1 മണിക്കൂർ കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ല പോലെ മുടി കറക്കാനായിട്ട് 1 മണിക്കൂർ നമ്മൾ തല തേച്ച് വെച്ച് നിൽക്കണം. അരമണിക്കൂർ 1 മണിക്കൂറോ ഇനി ഏറ്റവും പോയി 1 മണിക്കൂർ നിന്നാൽ മതി. എത്ര നേരം നിന്നാൽ മതി, നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇതും കൂടെ എൻ്റെ തലമുടിയിലോട്ട് ഞാൻ തേക്കുവാണേ. അപ്പോൾ ഞാൻ മുടിയെല്ലാം ഒന്ന് ചീകി തല വീണ്ടും കഴുകി മുടിയൊക്കെ ഒന്ന് ചീകി. എനിക്കിതും അച്ചു തന്നെയാണ് പരട്ടി തരുന്നത്. ഇവിടോട്ട് ഒരു ശകലം ഞാനിപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇതും സ്കാൽപ്പിൽ തന്നെ വേണം കേട്ടോ പരട്ടാനായിട്ട്. കേട്ടോ, ആ ചുമന്നിരിക്കുന്നിടത്ത് നല്ലപോലെ തേച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ കട്ടി വാരി തേക്കാന്നല്ല, അവിടെ ഒന്ന് കവർ ചെയ്തങ്ങ് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ മുടി മുഴുവനും ഞാനൊന്ന്
സെറ്റാക്കട്ടെ. ഇനിയിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ തലമുടിയൊക്കെ കഴുകിയതിന് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഹെയർ ഡൈ നല്ല റിസൾട്ട്, ഞാൻ ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇത്രയും ഡൈ ചെയ്തതിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റിസൾട്ട് കിട്ടിയേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇൻട്രോ പറയാൻ വരുന്നത് തലയെല്ലാം കഴിയതിന് ശേഷമുള്ളതാണ് ഇൻട്രോ പറയാനായിട്ട് വരുന്നത്. അപ്പോൾ അന്നേരം നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ കാണിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.